അങ്ങനെ നമ്മുടെ തിരുവോണ ദിനം വന്നെത്തി. ഏട്ടന്റെ വീട്ടിലാണ് തിരുവോണം ആഘോഷിക്കുന്നത്. തിരുവോണം ഇവിടെ കൂടിയിട്ട് അവിട്ടത്തിന്റെ അന്ന് ഞങ്ങൾ തിരിച്ച് എരമല്ലൂരേക്ക് എല്ലാവരും ആയിട്ട് പോവാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത് 2024 പോലുള്ള ഒരു കാലഘട്ടത്തില് ഓണം ഒന്നും ആരും ആഘോഷിക്കുന്നുണ്ടാവില്ല എന്നാണ്. കാലഘട്ടത്തിൻ്റെതായ വ്യത്യാസങ്ങൾ വന്നതൊഴിച്ചാല് ഓണം ഇന്നും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അത് ലോകത്തിന്റെ ഏതറ്റത്ത് പോയ മലയാളിയും ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സദ്യ ഉണ്ണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഈ വേഷത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മയക്കം കഴിഞ്ഞ് ഒന്നും കൂടെ കുളിച്ച് സുന്ദരി സുന്ദരന്മാരൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കണം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അതാണല്ലോ അതിന്റെ ഒരിത്, അല്ലേ? സദ്യക്കുള്ള കറികളെല്ലാം കൂട്ടി ചോറെല്ലാം കഴിച്ച് ഇലയുടെ സൈഡിലേക്ക് ചോറ് മാറ്റിയതിന് ശേഷം ആ വാഴയിലയില് പായസവും പപ്പടവും ബോളിയും പഴവും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുന്നത് ഒരു പ്രത്യേക രുചി തന്നെ. എന്നെ വന്ന കണ്ട സമയം മുതൽ ആരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചേച്ചിയുടെ വീട്ടിൽ പോണ്ടേ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നാളെ അങ്ങോട്ടേക്ക്.